ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രെയിം വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് 2-3 വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രിൻ്റ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിലാക്കണം, കൊറിയർ ചെയ്യണം. പിന്നെ സൺഡേ ആണ്, കൊറിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് റെഡിയാക്കി വെച്ചിട്ട് നാളെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മംഗലാപുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊറിയർ ചെയ്യുന്നത്. അപ്പം ഫോട്ടോസ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അവരുടെ ഒരു പ്രൈവസി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഫോട്ടോ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു ചെറിയൊരു ആയത്തുൽ കുർസിയുടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് A4 ഫ്രെയിമിലേക്ക് ആക്കണം. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള ചെറിയൊരു ഈവനിങ് വ്ളോഗ് പോലെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആയത്തുൽ കുർസിയുടെ, അത് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്നത് ഇതാണ് കേട്ടോ, ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് ഫ്രെയിമിലേക്ക് ആക്കണം, A4 ഫ്രെയിമിലേക്ക് ആക്കണം. അപ്പം അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ബാക്കി 2 ഫ്രെയിം ഇപ്പോൾ ചെയ്തിട്ട് അടുത്ത ദിവസം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ 2 ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മറ്റേ ഫോട്ടോയാണ് ഞാൻ മംഗലാപുരത്തിന് പറഞ്ഞില്ലേ, അതാ കൊറിയർ അയക്കാനുള്ളത്. അത് നല്ലപോലെ നമ്മൾ ഏത് ഫ്രെയിം കൊറിയർ അയക്കുമ്പോഴും ബബിൾ റാപ്പ് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ വീഡിയോസൊക്കെ എടുക്കില്ലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഫ്രെയിം വെച്ചിട്ട് വീഡിയോസ് എടുക്കുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡുകളാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ചെറുതാണ്, ഇതിലും കുറച്ചും കൂടെ വലുതാണ് കേട്ടോ ഇത്, വലിയ ഫ്രെയിംസൊക്കെ വയ്ക്കാൻ വേണ്ടി. പിന്നെ ഇതൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ബോക്സാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരുടേതായ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സാണിത്. ഇതൊരു വാൾ ഡെക്കറാണ് കേട്ടോ. ഞാൻ എൻ്റെ റൂമിലൊന്നും ജസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മളുടെ ഐസ്ക്രീമിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്, അത് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണ്. വാൾ ഡെക്കർ സെറ്റായിട്ടുണ്ട്. ഇതിന് ക്രീം കളറല്ലേ സാധാരണ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് പറയുന്നത്. എനിക്ക് ആ കളർ കിട്ടിയില്ല, ഡിഫറെൻറ്റ് കളറാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കിട്ടിയത് വെച്ച് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം ബ്ലാക്ക് കളർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വാൾ ഡെക്കർ ഞാൻ വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി പോളറോയിഡ്സ് പിക്ചേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഡയറിയാണ്. ഈ ഡയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ഡയറിയാണ്. 4 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ. എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയറിയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വാൾ ഡെക്കോർ ചെയ്തു, അതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പല വെറൈറ്റി ഉണ്ട് വാൾ ഡെക്കോർസ്. നമ്മൾ ഇത് ചെയ്ത മെറ്റീരിയൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഒക്കെ സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്കാണ്. നോർമൽ ക്രീം കളറാണ്, എനിക്കത് കിട്ടാത്ത കാരണമാണ് ഞാൻ ഡിഫറെൻറ്റ് കളർ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ബ്ലാക്ക് കളർ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ വേണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ സ്പോട്ടിഫൈ ഫ്രെയിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സ്പോട്ടിഫൈ ഫ്രെയിം ആയിരുന്നു ഇന്നത്തെ ഓർഡർ. പക്ഷേ നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു പേഴ്സണലായിട്ട് ഉള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെയോ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ആരുടെയെങ്കിലും പിക്ക് വെച്ചിട്ട് ഞാൻ സ്പോട്ടിഫൈ ഫ്രെയിം ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളോടത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യുന്ന മോശമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ സ്പോട്ടിഫൈ ഫ്രെയിം ഞാൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഫ്രെയിമൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്പോട്ടിഫൈ പോളറോയിഡ്സ് അതൊക്കെ ഡേ ബൈ ഡേ ഞാനത് അപ്ലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്തു തരാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിക്കുള്ള ക്രാഫ്റ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്ത് കാണിക്കാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എന്നെക്കൊണ്ട് പറ്റുന്നുള്ള ക്രാഫ്റ്റാണെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കാം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക.